ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എലിമിനേഷൻ ആണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലോട്ട് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇന്നറിയാം. അതുപോലെ തന്നെ നമ്മുടെ കുസൃതി നിറഞ്ഞ കുറെ ചിങ്കിരി മണികൾ ഇന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി വരികയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ലിറ്റിൽ ഏഞ്ചൽസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളും ഒരുപോലെ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്വന്തം കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. വെൽക്കം മാരി ചേച്ചി, MJ അങ്കിൾ, മധു അങ്കിൾ. മധു അങ്കിളെ, മധു അങ്കിൾ ഇനി എന്നാ UAE-ലോട്ടൊക്കെ പോണേ? ആഴ്ച തോറും പോവല്ലേ? എല്ലാ ദിവസവും ഈ മാസം അവസാനം പോകുന്നുണ്ട്. ഈ മാസം അവസാനം പോകും. പറഞ്ഞില്ലേ എല്ലാ മാസം പോകുന്നു. അപ്പൊ അടുത്ത് നമ്മുടെ അബുദാബിന്ന് ഒരു സുന്ദരിക്കുട്ടി വരാൻ പോണേ. ആഹാ, അതുകൊണ്ട് വെച്ചൊന്നേ ഉള്ളൂ കേട്ടോ. അത് ശരി. അത് ഞാൻ വിചാരിച്ചു വേറെ എന്തോ വലിയ കാര്യമാണോ. അല്ല വിളിക്കട്ടെ. വിളിച്ചോളൂ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ജെനീലിയ ആൻഡ് പ്രൈസൺ. ജെനീലിയ ആൻഡ് പ്രൈസൺ. എന്താണ് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ആദ്യമായിട്ടല്ലേ കാണണേ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? സുന്ദരിയാ. എന്തു പറയണ വീട്ടിലൊക്കെ? വീട്ടില് നല്ല വിശേഷം. സർപ്രൈസ് ആയിട്ട് വന്ന അമ്മ തിരിച്ചു പോയാ? ആ പോയി. ആണോ? അമ്മ ഇവിടെ പിടിച്ചു വെക്കുന്നത് കുട്ടിക്ക് പോണ്ടേ? ഡ്യൂട്ടിക്ക് പോകണ്ടേ? ശരിയാ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. എന്നിട്ടും ഞങ്ങൾക്കറിയാം. അറിയാവോ? അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഡീറ്റെയിൽ സിനിമ നസീമ, വർഷം 1983, പാടിയത് ജാനകിയമ്മ, മ്യൂസിക് ജോൺസൺ മാഷ്, ലിറിക്സ് P. ഭാസ്കരൻ സർ. കൃത്യം, അടിപൊളി, സൂപ്പർ ആണേ. താങ്ക് യു.
വെരി നൈസ് മോളെ. മിസ് ജനീലിയ എന്താ കൊള്ളാം, നല്ല സെലക്ഷൻ ആണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട Thank you, ഒരു sir. പാട്ടാണ്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു പാടിയതെല്ലാം. പല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഹമ്മിങ്, അനുപല്ലവിയുടെ ഹമ്മിങ് ഇല്ലേ, അതൊന്ന് കുറച്ചുകൂടി പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി. ഒന്ന് പാടി. ആ, ആ. ഉം. ആ, 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 അവിടെ 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 ഒന്ന് പാടി. ഇപ്പൊ കറക്റ്റായി. ചരണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. മൈന്യൂട്ടായിട്ട് കുറച്ച് ശ്രുതി ആയിട്ട് പ്രശ്നമുണ്ടെന്ന് മാത്രം ചില സ്ഥലങ്ങളിൽ. പക്ഷെ എനിക്ക് പാടിയതെല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്നെ ആർദ്ര അത് കുറച്ചും കൂടി ക്ലിയർ ആവണം. മോള് മൈക്ക് പിടിക്കുമ്പോ കുറച്ചും താത്തി പിടിച്ചു നോക്കാമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി പല്ലവി. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. യെസ്, ഇങ്ങനെ ഈ പൊസിഷൻ കീപ്പ് ചെയ്താൽ മതി. കുറച്ചും പൊങ്ങുമ്പോ മോളുടെ നെയ്സ് മൂക്കി എന്നുള്ള ശബ്ദം കുറച്ച് കൂടുതലേക്ക് വരുന്നുണ്ട്. വാക്കുകളുടെ ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ പിടിച്ച പൊസിഷനിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. അത്രേ ഉള്ളൂ. ബാക്കി എനിക്ക് എല്ലാ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് ആണ് കേട്ടോ. താങ്ക്സ് ഫോർ ദ സോങ് സെലക്ഷൻ. താങ്ക് യു സർ. ഞാൻ കണ്ടുപിടിച്ചു, അച്ഛനല്ലേ ഇത് പറഞ്ഞു തന്നെ ഇത് എടുക്കണം അല്ലേ? എന്താ അച്ചു കണ്ടുപിടിച്ചു ഹിപ്നോട്ടിക് എബിലിറ്റി, ഓ അതും ശാസ്ത്രലോകത്തിന്റെ വലിയൊരു അതെ, അതെ. ശാസ്ത്രലോകത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തം. അതെ അതെ. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ പല്ലവി പാടാൻ ഒരു ഫോർമുല ഉണ്ട്. ലോ ലോ ലോയോ? എന്ന് പറഞ്ഞാൽ ലോ എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ലോ ആയിരിക്കണം. ഓ ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഭവമാണേ. അറിഞ്ഞില്ലല്ലോ, തുടിച്ചില്ലല്ലോ, കേട്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, ഇല്ല. തുടിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, അങ്ങനെയല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ പാടുമ്പോ അറിഞ്ഞില്ലല്ലോ ലോ, അറിഞ്ഞില്ലല്ലോ, അത്രേ ഉള്ളൂ. ആഹാ. തുടിച്ചില്ലല്ലോ, തുടിച്ചില്ലല്ലോ. ആഹാ. സ്പന്ദനഗാനമൊന്നും കേട്ടില്ലല്ലോ. കേട്ടില്ലല്ലോ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എക്സാജറേഷൻ ആണ്. ആ, ഇനി അടുത്ത ഫോമുല എന്ന് വെച്ചാൽ ഇനി നു എന്നുള്ളതാണ്. അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആ. കാരണം പഴയ കാര്യങ്ങൾ പറയാണ്, അറിയാതെ അവിടെ നിന്ന് അടുത്ത് വന്നു. എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നു എല്ലാം എങ്ങനെ പാടണം? കുറച്ച് ശക്തിക്ക്. കുറച്ച്, സ്വല്പം. പിന്നെന്താ വെച്ചാ ഈ പാട്ട് ഒരു സെമി കോളൻ ആണ്. അച്ഛനോട് ചോദിക്കട്ടെ, വാട്ട് ഇസ് എ സെമി കോളൻ? ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് സെമി കോളനോ? ആ. അതെന്നുവെച്ചാ പകുതിയാക്ക് അല്ല, ഇത് രണ്ട് കുത്ത് അല്ലേ? രണ്ട് കുത്തല്ല, അത് വല്ലാത്ത അതെ, അതെ. കുത്തായി പോയി. അത് ഒരു കുത്ത് ഒരു കോമിയും അല്ലേ? അല്ലേ? ആ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെന്തോ സെമി കോളൻ എന്ന് പറയുന്ന അത് കുത്തല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല, ആ. നിർത്തലല്ല, അതേസമയം കോമയുമല്ല, അതായത് തുടർച്ചയുമല്ല. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുന്ന ഒരു പോസ് കഴിഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയാണ്, ഒരു ട്രാൻസിഷൻ ആണ് സെമി കോളൻ. അതാണ്. വേറെ എന്തോ വന്നിട്ട് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ എന്നിട്ടും എന്നൊരു പാട്ട് തുടങ്ങാനായിട്ട് ഭാസ്കരൻ മാസ്റ്ററിന് മാത്രമാണ് സാധിച്ചതെന്നുള്ള. ദാറ്റ് ബിഗിൻസ് ഫ്രം സംവെയർ. അതെ അതെ അതെ. അപ്പൊ അതാണ് ഈ പാട്ടിന്റെ. അപ്പൊ ജോൺസേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ എന്നിട്ടും എന്നുള്ളത് ഇങ്ങനെ എന്നിട്ടും ഇതെങ്ങനെ ഞാൻ ഇത് ഈണം ചെയ്യും എന്ന് ജോൺസേട്ടന് ദിവസങ്ങളോളം മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. അവസാനമാണ് ഈ ബ്യൂട്ടിഫുൾ ട്യൂൺ അദ്ദേഹത്തിന് Yes, 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 കിട്ടിയെന്നുള്ളതാണ്. ഇതുപോലെ ഗിരീഷേട്ടൻ ഒരു പാട്ട് എനിക്ക് വേണ്ടി എഴുതിയപ്പോഴത്തേക്കും അത് ഇതുപോലൊരു സെമി കോളനാ. കഥ എവിടെന്നോ വന്ന് നിൽക്കുന്നു, അവിടുന്ന് ഈ പാട്ട് തുടങ്ങുന്നു. സോ ഒരു ട്രാൻസിഷനാണ്. അതെന്താ വെച്ചാ പിന്നെ അതർത്ഥം, പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോയി കടലാഴങ്ങളിൽ ഒരു തൂവലുമായി അകലെ നിൽപ്പൂ ജലമൗനം പിന്നെ പിന്നെ. അതാണ്. അപ്പൊ പിന്നെ എന്ന് തുടങ്ങുന്നത് ഒരു സെമി കോളനാണ്. ഇതുപോലെ ഇപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ എന്നിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ
നല്ലതാണ്, കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത്രയും നേരം എന്റെ സോദാഹരണ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവരെയും സമ്മതിച്ചിരിക്കുന്നു. ജലീല കുട്ടി, നിങ്ങളൊക്കെ ആക്ച്വലി ഭയങ്കര ലക്കിയാട്ടോ. ഈ ഒരു പ്രായത്തില് ഞാനൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. സത്യമായിട്ടും ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും അച്ചു കുത്ത് കോമ സെമി കോളൻ എല്ലാം പഠിച്ചിട്ടാണ്. പക്ഷെ സീരിയസ്ലി എം ജെ സർ, കാര്യമായിട്ട് ഇത് പറയണമെങ്കിൽ ഒരു മ്യൂസിഷ്യന്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. അതുപോലെ മധുചേട്ടൻ പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സിംഗറുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ അത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കേൾക്കാൻ പറ്റുന്നത് തന്നെ ഇറ്റ്സ് എ ലെസൺ. ഇങ്ങനെയൊക്കെ ആയപ്പോ എന്ത് ചെയ്യാൻ പറ്റും? Well done, my boy. ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ എല്ലാരും ചിരിക്കുന്നു, കാര്യമായിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ഇത്ര കേട്ടാ മതി എല്ലാരും. എന്നാലും സീരിയസ് ആയിട്ട് അതാ, യു ഗൈസ് ആർ ലക്കി ആക്ച്വലി. എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനത്തെ പേഴ്സ്പെക്റ്റീവ്സ് കേൾക്കാൻ പറ്റുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അടുത്തടുത്ത സ്റ്റേജസിൽ നല്ല പ്രോഗ്രസ് വരുന്നു, കോൺഫിഡൻസ് വരുന്നു, ഫീല് വരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ജേർണി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്തായാലും എല്ലാവരും നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് ഇതിലെ വരുന്ന കുട്ടികളൊക്കെ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര പ്രൗഡുമാണ്. അയ്യോ, ഞാനും അതെ. ഇപ്പൊ സെമി കോളനൊക്കെ ചോദിക്കുമ്പോ ഞാനും ഇങ്ങനെ 70+25 ടീച്ചേഴ്സ് ഒന്നും കാണും. യെസ്. അപ്പൊ ജനീലെ കുട്ടി, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റാർട്ടായിരുന്നു, നല്ല ഫീലുണ്ട്. സാധാരണത്തിനേക്കാളും നല്ല ഫീലായിട്ട് പാടി. നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട്. ക്യാമറ ഒക്കെ വന്നപ്പോ പേടിച്ചില്ല. പക്ഷെ എനിക്കൊന്ന് ചരണം തുടങ്ങുന്നതിന് മുന്നേ കിട്ടിയ ഗ്യാപ്പിൽ നല്ലോണം ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചിരിച്ചോണ്ടേ ഞാൻ നോക്കുമ്പോ അല്ലേ, ഞാൻ കണ്ടു. കുഴപ്പമൊന്നുമില്ല. അപ്പൊ മിടുക്കിയാണ് ജനീല കുട്ടി. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. യെസ്, This goes to Achu. Okay? 100 minus 2.75. 2.75. 97.25. Correct. 97.25 out of 100. For Thank Genelia you. and Praise. അപ്പൊ ഹാപ്പി ആണല്ലോടാ? ഓ ഹാപ്പി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ബൈ ബൈ ബേബി. ബൈ. ബൈ, ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ചെരുപ്പ് തിളങ്ങുന്നുണ്ടല്ലോ, പുതിയ ഷൂസ് ആണോ? ആ, കൊള്ളാം. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ നമ്മുടെ സ്വന്തം എസ്തർ കുട്ടി എത്തുകയാണ്. വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. ഹായ്. ഓടി വരികയാണ്. കാർക്കൂന്തൽ. എങ്ങനെ ഇത്ര മുടി പെട്ടെന്ന് വളർന്നത്? ഈ മുടി എനിക്ക് ഭയങ്കര ഭാരം. എനിക്ക് തോന്നുന്ന ഒരു 2 ലിറ്റർ ഭാരമൊക്കെ വരുമല്ലേ? ആ. അത് 2 ലിറ്റർ 2 ലിറ്റർ. ഇത് എത്ര നേരം എടുത്ത് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ? കുറച്ചേരം എടുത്തോളൂ. ആണോ? ആണോ, പെട്ടെന്ന് ചെയ്തു. ഇത് ജസ്റ്റ് ആ മുടിയിലേക്ക് ക്ലിപ്പ് ചെയ്താ പോരെ അല്ലേ? അല്ല, ചരടൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി. ചരടും കിട്ടിയിട്ടുണ്ടോ? ഓ, അത് ശരി. അതെങ്ങാണ് ഊരിപ്പോയി കഴിഞ്ഞാ പോയില്ലേ? മുടി പോയി. ഇതിപ്പോ ആരായിട്ടാ വന്നിരിക്കണ ഇവിടെ? എന്താണ് മായ. ഉദ്ദേശം? മായ. മായ എന്ന് പറഞ്ഞ ആരാ? കാറ്റ് വന്നൂല മായ. ഓ, കാറ്റ് വന്നു കാറ്റ് വന്നു. കള്ളനെ കള്ളനെ പോലെ. പോലെ. ഓ, അതിലെ മായയാണ്. Yes. ഓ, ക്യാരക്ടറായിട്ട് വന്നിരിക്കുകയാണ് അപ്പോ. ആ. ആഹാ. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ മായേ. സിനിമ കര കാണ കടൽ, ഇയർ 1971, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. രാമവർമ്മ സാർ, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, ഓക്കെ. സിംഗർ പി സുശീലമ്മ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ മായേ? തുടങ്ങാം. ഓക്കെ മായ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മായ. താങ്ക് യു. All the best. താങ്ക് യു. കാറ്റ് വന്നു, കാറ്റ് വന്നു, കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു, കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു, കള്ളനെ പോലെ.
തിങ്കളുദിച്ചു വനമുല്ല നിന്നു നഖം കടിച്ചു മുഖം കുനിച്ചു പൊൻകുരിശും കുന്നിന്മേൽ തിങ്കളുദിച്ചു വനമുല്ല നിന്നു നഖം കടിച്ചു മുഖം കുനിച്ചു ലലലലലാ, 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 ലലലലലാ. കാറ്റ് വന്നു കള്ളനെപ്പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെപ്പോലെ. കാറ്റ് വന്നു കള്ളനെപ്പോലെ. തിന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തന്നാലോ അതു വെണ്ണിലാവോ തുമ്പികളോ കണ്ടു നിന്നാലോ. തിന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തന്നാലോ അതു വെണ്ണിലാവോ തുമ്പികളോ കണ്ടു നിന്നാലോ. ലലലലലാ, 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 ലലലലലാ. കാറ്റ് വന്നു കള്ളനെപ്പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെപ്പോലെ. കാറ്റ് വന്നു കള്ളനെപ്പോലെ. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. വിണ്ടു വന്നു ബീഫിനെ പോലെ, ഫോറസ്റ്റ് മുല്ലയ്ക്ക് കിസ് കൊടുത്തു ലവ്വറെ പോലെ. വിണ്ടു വന്നു ബീഫിനെ പോലെ, ഫോറസ്റ്റ് മുല്ലയ്ക്ക് കിസ് കൊടുത്തു ലവ്വറെ പോലെ. വിണ്ടു വന്നു ബീഫിനെ പോലെ. കണ്ടോ പരിഭാഷ, പുതിയ കഴിവ് അൺലോക്ക് ചെയ്തിരിക്കുകയാണ് മധുചേട്ടൻ. പരിഭാഷ, അതാണ്. എസ്തർ കുട്ടി, എന്തോ എന്തൊരു കോൺഫിഡൻസ് ആ ഇപ്പോ. ആളാകെ മാറിയിട്ടാ, താങ്ക് യു. ആളാകെ മാറി. നല്ല അതെ. ഫീല്. ആ കോസ്റ്റ്യൂം ഒക്കെ കൂടെ ഇട്ട് വന്നപ്പോഴത്തേക്കും കാർക്കൂന്തലൊക്കെ അഴിച്ചിട്ട് സുന്ദരി. ഭയങ്കര രസമുണ്ട് കാണാൻ. താങ്ക് യു. പാട്ട് കേൾക്കാൻ അതിനേക്കാളും രസമുണ്ട്. താങ്ക് യു. അതെന്താ ഈ ഒരു ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു സാധനം ഒന്നുകൂടെ കാണിച്ചേ നോക്കട്ടെ. കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു. എങ്ങനെ 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 നോക്കിയോ നോക്കിയോ നോക്കിയോ. ഓ അത് ശരി. ഒന്നൂടെ ഒന്നൂടെ ഒന്നൂടെ. കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു. അത് പാട്ടില് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നേ. കൈകൊണ്ട് അതെ, അതെ. ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ ഒരു പോക്കും, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു പോക്കും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. താങ്ക് യു. ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ? അമ്മ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അമ്മ ഇത് എങ്ങനെയാ കാണിച്ചു തന്നെ? അമ്മ എങ്ങനെ കാണിച്ചെന്നേ? ഞാൻ പറഞ്ഞത് ഫീല് കൊടുത്ത് പാടാനേ പറഞ്ഞോളൂ. ഈ action ബാക്കിയൊക്കെ ഒക്കെയോ? അവള് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആണല്ലേ? അതെ, കൊള്ളാം. എന്തായാലും അമ്മ ഒന്ന് പാടി കാണിച്ചു തന്നെ ഈ പാട്ട്. വൈബ്രന്റ് ഒന്ന് പാടി ഗേൾ, ഒന്ന് കേൾപ്പിച്ച്. കമോൺ വൈബ്രന്റ് ഗേൾ. ആ വൈബ്രന്റ് എനിക്ക് അറിഞ്ഞൂടാ. വൺ ഓഫ് ദി വിഭ്രാന്തി ഗേൾസ്. അയ്യോ, പാടാനൊക്കെ പറഞ്ഞ വിഭ്രാന്തി കൂടും. അതുകൊണ്ട് അല്ല എന്നാലും ഒരു ആഗ്രഹം ഇങ്ങനെ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാന്നൊന്നും അറിയാനൊരു ഞാൻ പാടും, അമ്മ ലിപ്സിങ് ചെയ്യും, എന്നിട്ട് അതിന്റെ ആക്ഷൻ കാണിച്ചു. അങ്ങനെ അത് കൊള്ളാം, അത് കൊള്ളാം. അത് നോക്കാം. റെഡിയല്ലേ റെഡി റെഡിയല്ലേ റെഡി പറഞ്ഞത് റെഡി നന്നായി. ഞാൻ കണ്ടുപിടിച്ചേ. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു കണ്ടുപിടിച്ചു. മാറാന്ന് വിചാരിക്കണ്ട. ആ. കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് എസ്തറിന്റെ ചിരി വരിക. ശരിക്കും അത് ഭയങ്കര അപ്പൊ രസമുണ്ട് അമ്മ കേട്ടോ. അത് കാണിച്ചില്ല, ഉമ്മ കൊടുത്തുന്നുള്ളപ്പോ അത് കാണിച്ചില്ലല്ലോ അമ്മ. അത് ഞാൻ ഉണ്ടാക്കി. സ്വന്തം അത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതാണ്. ആ, അതാണ്. അതാ ഓക്കേ, അതാണ് ഓക്കേ, കഴിവ്. അപ്പൊ എസ്തർ കുട്ടി എന്തോ കുഞ്ഞു 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 പിച്ച് പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഭാഗങ്ങള് കുറച്ച് ആയത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓവറോൾ ആ കോൺഫിഡൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മൊത്തത്തിൽ ആ എക്സ്പ്രഷൻസ് ഇഷ്ടപ്പെട്ടു. ആ ഫീല് കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടു. ലലലലലാ ഭയങ്കര ഇഷ്ടായി. അത് താങ്ക് യു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. അത് 3 ഭാഗത്ത് പാടിയതും രസമായിരുന്നു. താങ്ക് യു. മിടുമിടുക്കി. ഇനി മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക്. ഓക്കെ, യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എസ്തർകുട്ടി, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. താങ്ക് യു. എസ്തർകുട്ടി ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല, കുറച്ച് സ്മാർട്ടായി വന്നോണ്ടിരിക്കുക. അതാ. ഇവിടെ എത്തിയിട്ട് പേടിയൊക്കെ പോയി ചമ്മലൊക്കെ മാറി താങ്ക് യു. അല്ലേ? യെസ്. അതെ, ഇപ്പൊ സംസാരിക്കണ കണ്ട, അതേ കണ്ട എന്തൊരു സ്മാർട്ടായിട്ടാണ് ക്യാൻസർ ഒക്കെ പറയണേ അല്ലേ? ആ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയതെല്ലാം. വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ശ്രുതി ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോയി എന്നല്ലാതെ ആ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ആ മാനറിസംസ് ഒക്കെ ആ ആക്ഷൻസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് Thank ചെയ്തത് you. കേട്ടോ. Thank ചെറിയ ചെറിയ you. മൂവ്മെന്റ് ഒക്കെ കൊടുത്തില്ലേ, താങ്ക് അതൊക്കെ എനിക്ക് ഇഷ്ടമായി വളരെ ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. ആ, ഇഷ്ടു അതെ, എനിക്ക് വളരെ ഇഷ്ടു. താങ്ക് യു. ഓക്കെ. എനിക്ക് ആ കള്ളൻ എന്ന് പാടിയില്ലേ, ആ. അത് ഇഷ്ടു. പിന്നെ ഇടയ്ക്കുള്ള മൂവ്മെന്റ്സ് അത് ഇഷ്ടു. താങ്ക് യു. മൊത്തം പാട്ടില്ലേ, ആ. മൊത്തം എടുക്കുമ്പോ ആ. അത് ഇഷ്ടു. താങ്ക് യു. ആ, ഇനി ഒരു കാര്യം പറയാം അങ്കിൾ. ആ. സി, ആ ഋതം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ. ഓക്കെ, 1 2 3 4 ജിം ടട ജിം ജിം ടട ജിം ജിം ടട ജിം ജിം ടട ജിം. കാറ്റ് വന്നു, അത് കാറ്റ് വന്നു, കാറ്റ് വന്നു, കള്ളനെ പോലെ കള്ളനെ കള്ളനെ പോലെ കള്ളനെ പോലെ. കള്ളനെ പോലെ കള്ളനാണേ. കാട്ടുമുല്ലയ്ക്കൊരുമ കൊടുത്തു. കാമുകനെ പോലെ അത് പാട്. കാറ്റ് വന്നു. അത് ചേട്ടാ പാടിക്കും. നാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ കാറ്റ് വന്നു കള്ളനെ പോലെ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? നന്ദി. ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ആ. അതിനല്ലേ അങ്ങനത്തെ ഋതം വന്നിരിക്കുന്നത്. ആ. ആ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഋതം വേണ്ടല്ലോ. കാറ്റ് വന്നു കള്ളനെ പോലെ എന്ന് മതിയല്ലോ. ആ. അതുകൊണ്ടാണ് അവിടെ ആ ഋതം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടേണ്ടത്. ഓക്കെ. ഓക്കെ, ഓക്കെ. അനുപല്ലവി അങ്ങനെയാണ്. ആ. അനുപല്ലവി എന്ന് 1 2 and 3 and 4. യെസ്, പഠിക്കോ? മുല്ലവള്ളിക്കാസകലം മുത്തു കിളിർത്തോ മണിമുത്തിനോല കൊട പിടിച്ചോ വൃശ്ചിക മാസം. ആ, അങ്ങനെ സ്ട്രെസ് ചെയ്ത് പാടണം. ആ. എവിടെയാണ് അതാണ് ആ. ആ ആക്സെന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ. ആ, ഏത് Okay. ബീറ്റിൽ നമ്മൾ ആക്സെന്റ് കൊടുക്കുന്നു, ആ ആക്സെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ പാട്ട് പറയും, എന്നെ കേൾക്കണേ പ്ലീസ് 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 ആ. പ്ലീസ് പ്ലീസ് കേൾക്കാതിരിക്കല്ലേ എന്ന് പാട്ട് പറയും. ആ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കും, പാട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കും. പക്ഷേ വൺ തിങ് ഐ വോണ്ട് ടു ടെൽ യു, ആ. ദാറ്റ് ഇസ് എസ്തറിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. അതാണ് അങ്കിൾ ഇവിടെ വച്ചിരിക്കണേ കേട്ടോ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റായിരുന്നേ. ഓക്കെ, താങ്ക് യു. എസ്തർ കുട്ടി, എന്തോ your score is 96.75 out of 100. യു. മാർക്ക് കിട്ടിയല്ലോ. ആ. അടുത്ത തവണ നമ്മൾ ഇതിനും പൊളിക്കും. ആ. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. എംജങ്ങളെ, അടുത്തത് നമ്മൾ ടോപ്പ് സിംഗറിന്റെ ക്യൂട്ട് കുട്ടി വരികയാണ്. ആരായിരിക്കും? കുട്ടി. കുട്ടി. അതെ. അതെന്ത് കുട്ടിയാണ്? ആ കുട്ടിയാണ് ആ. ദ്വിതി, ദ്വിതി. ലിൻഡ, ഷാനൽ. Yes, let's welcome. അതെ, ഈ ദ്യുതിനെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ ട്ടാ. ആണോ? അതെ, അതെ, അതെന്താ? ഇന്നത്തെ ദ്യുതി അത് വരുമ്പോ അറിയാം. ലെറ്റ്സ് വെൽക്കം ദ്യുതി ഓൺ സ്റ്റേജ്. അയ്യോ, വലുതായി. ബായോ, ദ്യുതി ടീച്ചർ. ഇത് കുറച്ച് പ്രായമായ ദ്യുതി ട്ടാ. ഇവിടെ, ഓടിവായോ, ഇവിടെ. ഓടിവായോ. ഞങ്ങള് ദ്യുതി ചുറ്റുമൊക്കെ ടീച്ചറാ, ദ്യുതി നോക്കി ടീച്ചർ. ലൈറ്റ് ഒക്കെ നോക്കിയിട്ടേ ഞങ്ങള് മെല്ലെ നടന്നു എല്ലാം വരുള്ളൂ. നിരീക്ഷിച്ചിട്ട് വരണം. എന്നെ കണ്ടിട്ട് എന്തോ ഹായ്. കൊള്ളാലെ, നല്ല കളറ് സാരിയുടെ സാരിയൊക്കെ എടുത്തിട്ട് അല്ലേ? അച്ചു, ആ. 1-2 ഉത്തരങ്ങളേ ഉള്ളൂ കേട്ടോ. അതെ, ഒറ്റ വാക്ക്. എന്തെങ്കിലും ചോദിച്ചേ? ദ്യുതിക്കുട്ട സുഖാണോ? അം. ഓ, ഇയാളാണ് അങ്ങനെ പറയണ ആള്. ഓ, എനിക്ക് ഇപ്പഴും മനസ്സിലായ. അല്ല, രാവിലെ എന്താ കഴിച്ചേ? പുട്ട്. അയ്യോ. എന്താ പേര്? ദ്യുതി. എനിക്ക് ഇപ്പഴും കാര്യം പിടികിട്ടിയ. അച്ഛന്റെ അമ്മയുടെയും പേരെന്താ? അമ്മയുടെ പേരെന്താ? ലിൻഡ. അതുപോലെ അച്ഛന്റെ പേരെന്താ? വേറൊരു ഭക്ഷണം ഉത്തരം കഴിച്ചോന്ന് ചോദിക്കും. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചാ? അതിൽ നിർത്തി. പിന്നെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ ആ. ആയിരിക്കും.
അങ്ങനെ പറയാ. അതാണ് നമ്മുടെ അമ്മുക്കുട്ടി. അതാണ് നമ്മുടെ അമ്മുക്കുട്ടി. പാട്ട് പഠിച്ചോ? പാട്ട് പാടുമ്പോ പാട്ട് പഠിച്ചോ? വേറൊരാളാണ്. ഓ ആണോ ദ്യുതികുട്ടി? പാട്ട് പഠിച്ചോ? ആ ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? നാടൻ പാട്ടിലെ മൈന. നാരായണ കിളി. അതിന്റെ ഡീറ്റെയിൽസോ? ഫിലിം രാഗം. പാടിയത് വാണി മാം. മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി സാർ. എഴുതിയത് ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. വർഷം 1975. ഏറ്റവും നീട്ടം കൂടിയ ഉത്തരങ്ങളാണ്. ഡീറ്റെയിൽസ് ചോദിച്ചാൽ മാത്രം കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങും. Just ഒന്ന് പൊങ്ങി. സ്പ്രിംഗ് ആണ് Spring ഉണ്ട് കാലില്. ദേ കണ്ടോ? ദേ. കണ്ടിരൊന്നും പൊങ്ങിയ Yes. അപ്പൊ നമുക്കെന്നാ തുടങ്ങാം. ദ്യുതികുട്ടി പാടാം. പാട്ട് പഠിച്ചില്ലേ? റെഡി അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ? ഇല്ല. ഇല്ല. എന്നാ പിന്നെ തുടങ്ങാം. റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, നാടൻ പാട്ടിലെ മൈന, നാരായണ കിളി മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ, കൂടെ വന്നാലോ. ഓ നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ,
സൂപ്പർ കാലക്കി നമ്മുടെ ദ്യുതിക്കുട്ടി പൊളിച്ചു. യെസ്. ഏയ് ദ്യുതിക്കുട്ടി ഞെട്ടിപ്പോയി, പേടിച്ചു പോയോ? അയ്യോ. ഏയ് ദ്യുതിക്കുട്ടി, ആ. ഞങ്ങൾക്കേ ആ. അങ്ങോട്ടേ ആ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു Thank you. എല്ലാവർക്കും. Thank you. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, എഴുന്നേറ്റ് നിന്നത്, കൈയടിച്ചത്. മനസ്സിലായോ? എന്തുകൊണ്ടാ, എന്താ കാരണം? നന്നായി പാടിയതുകൊണ്ട്. മധു, ഈ ലിറിക്സ് എങ്ങനെയാണ് ഇങ്ങനെ ഓർക്കുന്നത്? അതെ, ഞാൻ മാത്രല്ല സൽദാടെ നോട്ട്സ് എന്ന് പറയുന്നത് അതെ, അങ്ങനെ ഒരുപാട് കേറി ഇറങ്ങി മാറി മാറി വരും. തെറിച്ച് നിൽക്കും. അതെ അതെ അതെ, അത് എന്നെ മറന്നാലോ, അത് ആ നോട്ടൊക്കെ പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. അതെ അതെ അതെ, ഇത്രയും സ്പീഡിൽ ആ ലിറിക്സ് ഒക്കെ ഓർത്ത്. അതിനിടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ആനന്ദിനെ നോക്കുന്നുണ്ട്. അതെ. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഇല്ല, അത് കണ്ട് എല്ലാവരും കണ്ട് ഇടയ്ക്ക് ഇങ്ങനെ അത് തെറ്റിപ്പോയി, അത് അങ്ങനെയല്ല, അവിടെ നോക്കാൻ പാടില്ല. അത് ആർക്കും ഇടയ്ക്കിടയ്ക്ക് കൈ കാണിക്കണേ? അവിടെ ടാറ്റ കൊടുക്കുന്നു. അതാരാ? ജഗത്. ജഗത്ത് അല്ലേ? ഓ അത് ശരി. ജഗത്താണോ ഫ്രണ്ട് ഇവിടെ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? എനിക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാല്, ഈ പാടുന്ന സമയത്തെ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ നാടൻ പാട്ടിലെ മൈന, അതായത് പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, താളമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. പക്ഷെ പാട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. നോട്ടിനും ശ്രുതിക്കൊരു പ്രശ്നമില്ല, താളത്തിനൊരു പ്രശ്നമില്ല, എല്ലാം ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ആട്ടം, ആട്ടം ഇതും സ്പ്രിങ്ങും. പിന്നെ വേറെ ഒന്നുണ്ടേ, കൈ വേദന എടുക്കും കുറെ നേരം മൈക്ക് പിടിക്കുമ്പോ, അപ്പാട് മാറും, മറ്റേ കയ്യിലോട്ടിടും. പക്ഷെ നമ്മൾ അറിയില്ല, കണ്ണടച്ച് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല മൈക്ക് മാറ്റിയത്. അല്ല, ആ പാട്ടുകാരൊക്കെ ബീജത്തില് വരണ്ടേ? അതെ അതെ അതെ, ആ തരത്തിരി ഞാനും ആലോചിച്ചു തരത്തിരി അവിടെ Correct. എന്താ തരത്തിര, അതെ അതതിന്റെ പാട്ട് നടക്കും. അതൊന്നും പ്രശ്നമല്ല, അവിടെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കും. അത് കറക്റ്റ് ശ്രുതിയില്ല സംഭവം. അല്ല, അത് കറക്റ്റ്, അത് ശ്രുതി പാളിപ്പോവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ ബീജി കഴിഞ്ഞിട്ട് ആ തുടങ്ങണമെങ്കിൽ. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട്. മനസ്സിലെ മച്ചകവാതിൽ പിച്ചകവാതിൽ തുറക്കും, മയങ്ങുന്ന കുത്തുവിളക്കും മുത്തുവിളക്കും കൊളുത്തും. മനസ്സിലെ മച്ചകവാതിൽ പിച്ചകവാതിൽ തുറക്കും, മയങ്ങുന്ന കുത്തുവിളക്കും മുത്തുവിളക്കും. അല്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇന്നലെ വരെ ലിറിക്സ് പഠിച്ചിട്ടില്ല. ലിറിക്സ് ഇന്നലെ വരെ അറിയില്ലായിരുന്നു, കാണാതെ പഠിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് കണ്ടത്, ഇന്നത്തെ മത്സരത്തിന് കറക്റ്റ് ആയിട്ട് വന്ന് പാടി. അതെങ്ങനെ പഠിച്ചു? പെട്ടെന്ന് പഠിച്ചാ? അത് കൊറേ നേരം പാടാണ്ടിരുന്നപ്പോ. എത്ര ദിവസം എടുത്ത് ഈ പാട്ട് പഠിക്കാൻ? ഒരു 1-2 ദിവസം. 1-2 ദിവസം ഈ പാട്ട്? എന്റെ ദൈവമേ, ഇപ്പൊ ആള് ചില്ലറക്കാരി അല്ല, അപ്പോ മിടുക്കിയാണ്. പിന്നെ ആ പല്ലവിയൊക്കെ എന്റെ ചെയ്യുമ്പോഴേ മൈന, അതൊക്കെ എന്ത് രസത്തിലാ ചെയ്യണേ. അതെ അതെ, അപ്പൊ ജീനിയസ് ആണ് കേട്ടോ. അതെ, ജീനിയസ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത് Thank you. കേട്ടോ. Thank you. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ നമ്മൾ ചെയ്യാ സാധാരണ? എന്തായിരിക്കും എന്തായിരിക്കും നമ്മള് ചെയ്യാ? കുട്ടി മേളിലോട്ട് ആലോചിക്കണേ. എന്താണോ മുകളിലെന്താ? മുകളിലെന്താ? ഒന്നുമില്ല. മുകളില് കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 എഴുതിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. വേറെന്താ മോളില്? ചോക്ലേറ്റ് മഴ. അത് ശരി, മിഠായി മഴ. അത് വേണോ? എന്താ ഒരു സംശയം? യെസ് ഓർ നോ? വേണോ വേണ്ടയോ? വേണം. അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ടോ? നന്നായിട്ടൊക്കെ പാടിയിട്ടുണ്ടോ? മിഠായി മഴ പെയ്യിക്കാൻ മാത്രം നന്നായിട്ട് പാടിയോ? ആയിരിക്കും. പുതിയ ഓരോ ദിവസവും നമ്മുടെ നിഘണ്ടുവിൽ പുതിയ വാക്കുകൾ വരുന്നുണ്ടോ? ഇത്രയൊക്കെ പാടിയില്ലേ? മഴ വരുമോ? ഇപ്പൊ മഴ വരാൻ എന്ത് ചെയ്യണം? നന്നായിട്ട് പാടണം. നന്നായിട്ട് പാടിയോ? പാടിയായിരിക്കും. ഉറപ്പാണോ?
നന്നായിട്ട് പാടി അല്ലെങ്കിൽ നന്നായിട്ട് പാടിയില്ല, ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ. ഉറപ്പിക്കാൻ പറ്റൂല, അതെന്താ അത്? അറിയില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മിഠായി മഴ പെയ്യും. അത് ഉറപ്പിക്കണം. അപ്പൊ ഉറപ്പിച്ചോ? മധു ഉം. ഉറപ്പിച്ചോ? അത് മറ്റേ ദ്യുതിക്കുട്ടി ഉറപ്പിക്കണില്ലല്ലോ. ദ്യുതി ആ. ഉറപ്പിച്ച ഉറപ്പിച്ചാ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? എന്നാ നന്നായിട്ട് പാടി എന്ന് പറയും. നന്നായിട്ട് പാടി. പാടിയോ? ആ ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. മധു ഉറപ്പിച്ചോ? ഞാനും ഉറപ്പിച്ചു. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പണ്ടേ ഉറപ്പിച്ചു. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. എടുത്തോ, ചാടിയെടുത്തോ, എടുത്തോ. വൻ റിയാക്ഷൻ ആയിരുന്നു. ഞാനും എടുക്കാം. അച്ഛൻ 5 സ്റ്റാർ ഉണ്ടോ? അച്ചു 5 സ്റ്റാർ 5 സ്റ്റാർ ഉണ്ടോ? തരില്ല, ഞാൻ തരില്ല. 5 സ്റ്റാർ ഉണ്ടോ? ഉണ്ടോ അതില്? എന്താ ഉള്ള ആൽഫലിബ് ഉണ്ടോ പൊടിയാത്തത്? അച്ചു മറ്റേ 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരെണ്ണം കിഡ്നാപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ ദിദിക്കുട്ടി ഹാപ്പി ആയില്ലേ? മിഠായി മഴയൊക്കെ വന്നു, സന്തോഷായില്ലേ? അവളെ പെട്ടെന്ന് പേടിച്ചു. ഞാൻ പേടിച്ച് ഓടി പറഞ്ഞു. അപ്പം 100 out of 100. അടുത്ത വട്ടം മിഠായി മഴ സെറ്റ്. ഓക്കെ, ടാറ്റാ ടാറ്റാ. ബൈ ഗുഡ് നൈറ്റ്, ബൈ. ബൈ 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 ബൈ. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ കോഴിക്കോടിന്റെ സ്വന്തം പാട്ടുകാരൻ എത്തുന്നു, നമ്മുടെ സ്വന്തം സാരംഗ്. വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. നമ്മുടെ സ്റ്റൈലിഷ് ബേബി അതെ. എത്തിയിരിക്കുകയാണ്. കൊള്ളാം, സ്റ്റൈലായിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ അതെ, അതെ. കൂൾ ബോയ് ആണ്, കൂൾ ബോയ്. കൂൾ ബോയ്. Yes. Matching, നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ. കോമ്പിനേഷൻ. ഇതും അച്ഛനെടുത്ത് തന്നെയാണോ ആ ഷർട്ട്? അതെ അതെ. സാരംകുട്ടാ, എന്താ സാർ? കുറച്ചുകൂടെ ശബ്ദം വന്നിട്ടുണ്ടല്ലോ സംസാരിക്കുമ്പോ. ആ നാണമൊക്കെ കുറച്ചങ്ങ് മാറി ഓ അല്ലേ? ഓ, പക്ഷെ എന്നാലും നീ സൗമ്യൻ തന്നെ. ചെറുതായിട്ട് ജെന്റിൽമാൻ ആണ് നമ്മുടെ പ്രായത്തെ. അത് സ്കൂളിൽ എല്ലാരും പറയാറുണ്ടോ? പറയും. ആ ആണോ? ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് പറയാ. ആ ആണല്ലേ? അപ്പൊ പറയോ കുറച്ചുകൂടെ സംസാരിക്കണം എന്ന് പറയോ? അവരങ്ങനെ പറയില്ലല്ലോ, ടീച്ചേഴ്സ് മിണ്ടാണ്ടിരിക്കാൻ. അവര് ഇങ്ങനെ മിണ്ടായിരിക്കാനല്ലേ നല്ല പറയുന്നത്. കുട്ടിയാന്ന് പറയോ? അതെ, ആണല്ലേ? സ്കൂളിൽ നിന്ന് ഞാന് പാട്ടുകാരനാണെന്നുള്ള അവർക്കറിയാം. ആ. അപ്പോ അതിന്റെ പേരില് ആണ് ഞാൻ അനങ്ങാണ്ട് ഇരിക്കുന്നത്. മീൻസ് എല്ലാ കുട്ടികളോടെയും പോലെ ഇപ്പോ എന്തെങ്കിലും ഓടി കളിക്കാ, ചാടി കളിക്കാ, അതിനൊന്നും ഞാൻ പോവാറില്ല. ഇല്ല അല്ലേ? ആ. പാട്ടാണ് അപ്പം മെയിൻ. അപ്പൊ തലവേർക്കും അറിയാം. അല്ലേ? അതെ. തലവേർക്കും, തലനീർ ഇറങ്ങിക്കഴിഞ്ഞാൽ പാടാൻ ബുദ്ധിമുട്ടാവും. വിയർക്കും. പിന്നെ ആ. ആ സമയത്ത് ചിലപ്പോ മ്യൂസിക് സാറ് ആ. കൊണ്ടുപോകും. ഓ അത് പാട്ട് ശരി. പഠിക്കാൻ. ഓക്കെ ഓക്കെ. എനിക്ക് അമ്മയെ പറ്റിയാണ് കുറച്ച് സംശയമുള്ളത്. ഇവിടെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും അമ്മ വളരെ ശാന്തയായി കാണപ്പെടുന്നു, പക്ഷെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിക്കോളെ. അയ്യോ, ചെറുതായിട്ട് അതിന്റെ അടുത്ത് എത്തി. ആണല്ലേ? ചെറുതായിട്ട് ഒട്ടിക്കും. ആണല്ലേ? വരെ എത്തി. ഭിത്തി വരെ എത്തിയല്ലേ? അതെ. അതെ അതെ. എന്തിനാണ് അങ്ങനെ ചെയ്യണേ? അത് എന്തെങ്കിലും ഞാൻ ഇപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ഫ്ലോറിലോ അല്ലെങ്കിൽ ഇവിടുന്ന് പരിസരത്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു പോയാലും അല്ലെങ്കിൽ അമ്മേനെ പറ്റിയോ ഉം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയാലും വീട്ടിലെത്തിച്ച് ചോദിക്കും, എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ, അവിടെ നിന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ? അത് അത് ശരി. ഇത് പിന്നെ ഇങ്ങനെ പറഞ്ഞതിന് പ്രശ്നമാവോ? അത് എല്ലാം കൂടി ആ. അമ്മ എടുത്തു വെക്കും, മനസ്സിൽ കൂട്ടി വെക്കും. ആ. എന്നിട്ട് അമ്മ ചിലപ്പോ റൂമിലെത്തിയിട്ടോ അല്ലെ വീട്ടിലെത്തിയിട്ടോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആണല്ലേ? ഈ പറഞ്ഞതന്നെ പറഞ്ഞോണ്ടിരിക്കുമല്ലേ? അതെ അതെ അതെ. എന്നിട്ട് അവസാനം വാരി തേച്ച് ഒട്ടിക്കും. അങ്ങനെയാണ്. ഇതിന് നിനക്ക് നാളെ കിട്ടും അമ്മയുടെ. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്? അമ്മ ഇങ്ങനെ എണ്ണി എടേ, എണ്ണി. ഇന്നത്തേക്കുള്ളതായി കേട്ടോ. ഇപ്പൊ അമ്മ മനസ്സിൽ പറയാ, എടാ നിനക്കിട്ട് ഞാൻ വച്ചിട്ടുണ്ടാ. അതാണ്. അമ്മ എന്തിനാ അങ്ങനെ ചെയ്യണം? വീട്ടില് കുറുമ്പനാണോ അവൻ? ചെറുതായിട്ട്. ഭിത്തിയിൽ ഒട്ടിക്കാൻ പാകത്തിന് അത്രയില്ല, അത്രയൊന്നും കുറുമ്പില്ലല്ലോ. ഇല്ലില്ല. പണ്ടൊക്കെ ഞാൻ ഒന്നും ഉണ്ടാവാറില്ല. ആ. ഇപ്പോഴാണ് ഞാൻ കുറുമ്പ് കാണിക്കാന്നാണ് അമ്മ എല്ലാവരോടും പറയാ. ആണല്ലേ? നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലോ അല്ലേ? ആ ആ. കുക്ക് ചെയ്യും. എന്തൊക്കെയാ സ്പെഷ്യല്? ചിക്കൻ പിന്നെ ഫിഷ് ഉണ്ടാക്കും. ആണല്ലേ? അമ്മ കഴുകി വെച്ച് തരും. ആ. എന്നിട്ട് ഞാൻ തന്നെ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്യും. ആണോ? മിടുക്കനാണല്ലോ ഇപ്പൊ. കുക്ക് ചെയ്യുമ്പോ പാട്ടൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് അല്ലേ? അതെ, ആ അതെ. ശരി, കൊള്ളാം കൊള്ളാം. ഇത്രയൊക്കെ കഴിവുള്ള മോനെയാണ് ഈ അമ്മ ഭിത്തിയിലൊട്ടിക്കാൻ പോണത് അല്ലേ? എന്താണ് അമ്മ ഇങ്ങനെ? അമ്മ ഒന്നും പറയൂല. ഇന്ന് ഇപ്പൊ ഒന്നും പറയില്ല അല്ലേ? കാര്യം ഇല്ല. പോക്ക. ഞാൻ വീട്ടിൽ പോയിട്ടാ. അമ്മ ഒന്നും പറയില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അല്ല, ഇതിപ്പോ ഫ്ലോറിൽ തന്നെ എന്തെങ്കിലും ചോദിച്ചാലും അമ്മ ഒന്നും പറയൂല. എന്നിട്ട് ഞാൻ അമ്മേന്റെ കൂടെ റൂമിലെത്തിയിട്ട് പറയും, അമ്മ ഇതെന്താ ഒന്നും പറയാത്ത ജഡ്ജസ് ഒക്കെ പറയുമ്പോന്നു. എന്നിട്ടും അമ്മ അനങ്ങാണ്ട്. ആണല്ലേ? അതെ, ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അമ്മ. ഇപ്പോഴൊന്നും മിണ്ടല്ലേ, ചിരിച്ചോണ്ടിരിക്കണേ ഉള്ളൂ അമ്മ. അപ്പൊ എന്തായാലും ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കാം. അതെ. ഓക്കെ, ഇപ്പൊ സോൾവ് ആയി പ്രശ്നം.
ഓക്കെ ഓ. ഏത് പാട്ടാ പറഞ്ഞേ? സ്വർഗത്തേക്കാൾ സുന്ദരമാണി. ആഹാ, ഉഗ്രം പാട്ട്. ദേവരാജ മാസ്റ്റർ ഉണ്ട് അല്ലേ? ഇനി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ, മൂവി ദത്തുപുത്രൻ, വർഷം 1970, പാടിയത് യശുദാസ് സാർ. വെരി ഗുഡ്. എടുക്കാൻ. തുടങ്ങാം. ഓ, All the best. താങ്ക് യു സാർ. All the കലക്കണേ. best. താങ്ക് യു. All the best. താങ്ക് യു. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ പുതിയൊരു ലജ്ജയിൽ പൊങ്ങി പൊങ്ങും പൂമേ കണ്ടിട്ടുണ്ടോ അവളുടെ പൂമേ കണ്ടിട്ടുണ്ടോ അഹ കണ്ടിട്ടുണ്ടോ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം
ഗുഡ് വെരി ഗുഡ് മോനെ, വെരി ഗുഡ് വെരി ഗുഡ്. മകനെ ഓ മധുമത് സാരംഗ് കുട്ട, അതെങ്ങനെയുണ്ട് കുഴപ്പമില്ല. മകനെ? ബൃന്ദാവനി സാരംഗ് കുട്ട, ആ. അത് കൊള്ളാമോ? ഓ കൊള്ളാം. പല സാരംഗം ഉണ്ടല്ലോ, രാഗ് ആ അതെ അതെ അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ രാഗങ്ങളുടെ രാഗമാകുന്ന നമ്മുടെ സാരംഗൻ അസലായിട്ട് പാടിയിരിക്കുന്നു. താങ്ക് യു സാർ. കുറച്ച് കാര്യങ്ങൾ പറയാം, ഓ ആ കുറച്ച് വിവരണങ്ങൾ. ഉം. ഒരു യാത്രാ വിവരണല്ലേ? അതെ അതെ അതെ. എവിടെയാണ് പോയിരിക്കുന്നത്? ഗ്രാമത്തില്. ഗ്രാമത്തില്. അതെ അതെ. സ്വർഗത്തെക്കാൾ സുന്ദരമായ ഒരു ഗ്രാമം എന്ന് പറയുന്നത് എന്റെ ഗ്രാമം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെ അല്ലേ? അതെ ആ അതെ. പക്ഷെ അവിടെ എന്താണ് പ്രത്യേകത? കാമുകി താമസിക്കുന്ന ആ, ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എന്താണ്, ആരാണുള്ളത്? അദ്ദേഹത്തിന്റെ കാമുകി. അദ്ദേഹത്തിന്റെ കാമുകി. അല്ല അല്ല, സാരംഗന്റെ കാമുകി എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇല്ല. അദ്ദേഹത്തിന്റെ കാമുകി. എൻ പ്രിയ കാമുകി എന്ന് പറഞ്ഞാ പിന്നെ വേറെ ആരുടെ കാമുകിയാ? എന്റെ അല്ല. അല്ലെ? അപ്പൊ എൻ പ്രിയ കാമുകി, ആ പ്രിയ കാമുകി താമസിക്കുന്ന, അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ? അതെ. ഈ സ്വർഗത്തെ എന്ന് പാടിയാ നന്നായിരിക്കും. സ്വർഗത്തേക്കാൾ അത് റിതമിക്കായിട്ട് പാടാ. സ്വർഗത്തേക്കാൾ Yes. സുന്ദരവാണി സ്വപ്നം വിടരും ഗ്രാമം. അപ്പൊ ഗ്രാമത്തിനെ നമ്മൾ വരച്ചു കാട്ടി. ഉം. അത് കഴിഞ്ഞിട്ടാണ് സംഭവം മെലഡിയിലോട്ട് പറയാം. എന്താണ്? പ്രേമവതിയാമെൻ പ്രിയ അവിടെ ആ പ്രേമം വരണം. ഉം. ആ അത് എന്താണെന്ന് എനിക്ക് കാമുക മനസ്സിലാവുമെന്ന് എനിക്ക് ഹൃദയം അറിഞ്ഞൂടാ. വരണം. അപ്പൊ, പക്ഷെ ഞാനൊന്നും പ്രേമമൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല കേട്ടോ അവിടെ. അത് പഠിപ്പിക്കാനുള്ള ഇടമല്ല ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗർ. അതെ. ഓക്കെ, അപ്പോ അവിടെ ഒരു മെലഡി വരണം. കമോൺ. പ്രേമവതിയാമിൻ പ്രിയ കാമുകി കാമുകി താമസിക്കും ഗ്രാമം. പിന്നെ അവൾ കൊടുക്കാൻ ആകായിൽ ചേരണം. അവൾ കുളിക്കും പുഴക്കടവിൽ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കുളിച്ചു. അതെ. അടുത്ത് അലഞ്ഞൊറിയും ഫ്ലാറ്റ് ആവല്ലേ? അലഞ്ഞൊറിയും പൂങ്കാറ്റേ. Yes, yes, yes. അതുപോലെ താരേ രാരേ രാരാ, അതില്ലേ, അത് കുറച്ചൊന്ന് പുഷ് ചെയ്യണം. പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും ഭൂമി കണ്ടിട്ടുണ്ടോ? പൊങ്ങും അത് അവിടെയും പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും ഭൂമി കണ്ടിട്ടുണ്ടോ? അവളുടെ ഭൂമി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതാണ്. അങ്ങനെയാണ് ഇത് പാടുക. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് വരും കേട്ടോ. ഓ. അത് റിതമിക്കായിട്ട് വരും, മെലോഡിയസ് ആയിട്ട് വരും, രസമായിട്ട് വരും, കുറുമ്പായിട്ട് വരും. ഇതെല്ലാം വേണം. അതെ. ചില പാട്ടിൽ നമ്മൾ ചില സ്ഥലത്ത് കുസൃതി കൂടെ കൊടുക്കണം. ആ. അപ്പോഴാണ് ഗംഭീരായിരിക്കും കേട്ടോ. ഇത്രയും നീട്ടി പറഞ്ഞ എന്താ വെച്ചാ സാരംഗൻ ഇതൊക്കെ മനസ്സിലാവും, അതെ അതെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് അക്കള പറയണത് കേട്ടോ. അതെ. ഓക്കെ. അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അടുത്ത പാട്ടിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ അതെ. ഓക്കെ. സാരംഗപാണി ദോ സർ. ഉഗ്രനായിട്ട് പാടി, എനിക്ക് Thank you, വളരെ sir. ഇഷ്ടപ്പെട്ടു Thank you, sir. പാടിയത് കേട്ടോ. ഓക്കെ. ഈ സംഭവം അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി കുറച്ചുകൂടി നന്നായിരിക്കും. നന്നായിരിക്കും. അതെ, ബാക്കിയെല്ലാം MG ഞങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ. ബാക്കി ചരണമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓ. കേട്ടോ. ആഹാഹാ ആഹാഹാ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ആഹ പാടിയത് ആഹ അതെ, തന്നെ. ആഹ തന്നെയായിരുന്നു. അതൊന്ന് കേൾക്കട്ടെ ഒരു പ്രാവശ്യം കൂടി. ആഹാ. ആഹാ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാം ഒരു ആഹാമയം. അതെ, അതെ, ആഹാമയം. എല്ലാം ആഹാമയം. താരൻകുട്ടന്റെ പാട്ടും ഇന്ന് ആഹാമയം. അതെ, നല്ല രസമുണ്ട്. 3 ചരണമുണ്ട്. എല്ലാം ഒരേ സ്ഥലത്താണ്. ഈ ശ്രുതിയുടെ ചെറിയ സ്ട്രെയിൻ വരുന്ന സാധനങ്ങളും പിന്നെ അതുപോലെ പുതിയൊരു ലജ്ജയിൽ അവിടെ പിന്നെ അനുരാഗത്തിൻ മധുരം അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ. കുഞ്ഞു 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 സാധനങ്ങൾ. അതെ. വെരി മൈന്യൂട്ട്. കുഞ്ഞുഞ്ഞ് കുഞ്ഞി 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 കുഞ്ഞു പ്രശ്നങ്ങളാണ്. കുഞ്ഞി. ശ്രദ്ധിച്ച അടുത്ത പ്രാവശ്യം നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. അതെ. അതൊന്നും കുഴപ്പമില്ല. ഉം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം ശ്രുതിയൊക്കെ ചേർത്ത്
അടിപൊളിയായിട്ട് പാടാം. പിടിപിടിക്കാം. ഓക്കെ, സാരംഗിന്റെ നല്ലൊരു പ്രോഗ്രസ് കാണുന്നുണ്ട്. അതായത് പാട്ട് പണ്ടേ അടിപൊളിയായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ വർത്താനം പറയാൻ തുടങ്ങിയപ്പം ഫ്രീ ആയ ആള്. കുറച്ചും കൂടെ ഫ്രീ ആയി. അത് ഇവിടെ നല്ല പരിചയമായി കാണാനുണ്ട്. അല്ലേ? അതെ അത് കാണാനുണ്ട് ആക്ച്വലി. അതിന്റെ ആ ഒരു കോൺഫിഡൻസ് പാടുമ്പോഴും സംസാരിക്കുമ്പോഴും ആ സാരംകോട്ടിന് ആ കോൺഫിഡൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെരി ഗുഡ്. താങ്ക് യു. സാരംകുട്ടാ, ഓ you're going to be awarded 98 on 100 today. താങ്ക് യു സർ. എം ജെ അങ്കിളെ, ഇന്ന് സാരംഗാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ബിലീവായിട്ട് നൽകുന്ന ഗിഫ്റ്റ് നൽകുവാൻ വേണ്ടി നമ്മുടെ സ്വന്തം എം ജെ അങ്കിളിനെ വിളിക്കുന്നു. വെൽക്കം അങ്കിൾ. സാരംകുട്ടാ, ഓ പല്ല് തേക്കാൻ റെഡിയാക്കിയോ? അതെ. സാരംകുട്ടം, അപ്പൊ ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. അപ്പൊ അടുത്ത അടിപൊളിയാക്ക. അമ്മ ഭിത്തിയിൽ ഒട്ടിക്കാണ്ട് സൂക്ഷിച്ചോട്ടെ. ഓക്കെ. ഒട്ടിച്ചില്ലെങ്കിൽ അടുത്ത പരിപാടിക്കാണ്. ടോപ്പ് സിംഗർ സിറ്റ്സിന്റെ ഈ വേദിയിൽ ഇനി അടുത്ത ഘട്ടത്തിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നറിയാനുള്ള സമയമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. വെൽക്കം. എം ജെ അങ്കിളെ, നമ്മളിപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്കിൾ എന്ത് തോന്നുന്നു ഈ സമയത്ത്? ടോപ്പ് സിംഗർ ആദ്യം തൊട്ട് എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഒരിടമായതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ഞാൻ തിരിച്ച് എൻ്റെ തറവാട്ടിൽ വരുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. ടോപ്പ് സിംഗറിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ഐ ഗെറ്റ് എ ബിറ്റ് ഇമോഷണൽ, അതാണ് സത്യം. അപ്പോൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആഹാ, അവരെ കാണുമ്പോൾ നാളത്തെ നക്ഷത്രങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ പെർഫോമൻസും അങ്ങനെ ആയിരുന്നു. അവർ തമ്മിൽ വലിയ വേർതിരിവൊന്നുമില്ല ഒരു രീതിയിലും, സംഗീതത്തിൻ്റെ രീതിയിലും മറ്റൊരു രീതിയിലും. അവർ ഒന്നായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ടോപ്പ് സിംഗർ ഘട്ടം ഘട്ടമായിട്ടാണ് മുന്നോട്ട് പോവുക. ആദ്യത്തെ ഘട്ടത്തിൻ്റെ ഒരു പര്യവസാനമാണ് ഇപ്പോൾ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ നക്ഷത്രങ്ങളിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പോലെ ഞാനും ഇമോഷണലാണ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ. ഇതുവരെയുള്ള നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പല സീസണുകളിലും ഈ പറഞ്ഞ പോലെ അടുത്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുടക്കത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 പാട്ടോളം കഴിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ എല്ലാവരും വളരെ മനോഹരമായിട്ട് അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ പരമാവധി കഴിവ് അനുസരിച്ച് അവർ പെർഫോം ചെയ്തു. ഇപ്പോൾ ഈ 6 പാട്ടാണെങ്കിൽ കൂടി തുടക്കത്തിൽ വന്നതിനേക്കാൾ വളരെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പല കുട്ടികൾക്കും ഇപ്പോൾ ഇവിടെ പാടുന്നതിൽ. അപ്പോൾ അതുപോലുള്ള നല്ല ഗ്രൂമിംഗ് ആണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കുട്ടികൾ താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് വിട പറയുകയാണ്. താൽക്കാലികമായിട്ട് ഇവിടുന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, അവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഇതുവരെ ഒരു റിയാലിറ്റി ഷോയിലോ ഒരു ഷോയിലും പങ്കെടുത്ത ഒരാളല്ല. എനിക്ക് തോന്നുന്നു മധുചേട്ടനും സാറും ഒക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആ കാര്യത്തിൽ. എനിക്കും ഇത് ആദ്യമാണ്, എനിക്കും ഇത് പുതിയതാണ്. എനിക്ക് എന്ത് ഇമോഷനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരിക. അപ്പോൾ താൽക്കാലികമായിട്ടും 2-3 പേര് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരികയാണ്. വേറെ നിവൃത്തിയില്ല. അതെ, സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഫസ്റ്റ് പെർഫോമൻസ് ചെയ്ത പോലെ അല്ല 6ാമത്തെ പാട്ട് വന്നിട്ട് ഒരാൾ പോലും പെർഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ സ്റ്റേജ് പ്രസൻസും നിങ്ങളുടെ പ്രസൻറ്റേഷനും നിങ്ങളുടെ പാട്ടും ഒക്കെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് ഇനി എന്ത് അത്ഭുതമാണ് എല്ലാവരും കാണിക്കാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരെ, അപ്പൊ നമുക്കറിയാം അടുത്ത ഘട്ടത്തിലോട്ട് ഇനി ആരൊക്കെയാണുള്ളതെന്ന്. ആരൊക്കെയാണ് ടോപ്പ് സിംഗർ സീസൺ 6 നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 27 പേരുമായിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം.
സിദ്ധലക്ഷ്മി, ശിവഗാമി, ശ്രിയ സോജേഷ്, റൈക്ക എൻ ഗോപാലകൃഷ്ണൻ, അമൃത AM, അഖൈതി KP, സാരംഗ് രാജീവൻ, മൈഥിലി ശ്യാം, സാം സോണി, എസ്തർ, സുഭദ്ര ഉണ്ണി, ജനീലിയ ആൻഡ് പ്രൈസൺ, എസ്തർ റോസ്, പ്രവീൺ, റുജ്വൽ കൃഷ്ണ, ദുർഗ, പാർത്ഥിവ്, ജിത, ദിയ, ദ്യുതി ലിൻഡ ഷെനിൽ, ദക്ഷ് ധാർമിക്, റിയാൻ പ്രിയേഷ്, ജുവൽ മേരി, അനുഷ്ക സരീഷ്, ജഗത് കിഷോർ എന്നിവരാണ് നമ്മുടെ കൂടെ അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടം തുടങ്ങുകയാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6-ന്റെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ 2-3 പേര് തീർച്ചയായിട്ടും നമ്മൾ മാറി നിൽക്കുന്ന ഒരു അവസരമുണ്ട്. അത് ശരിക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറയാണ്. നമ്മുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ മ്യൂസിക്കിൽ നമ്മുടെ ഗൈഡൻസ് അവർക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വലിയ ഒരു ശക്തി തന്നെ അവർക്കും കൂടി ആയിരിക്കും എന്നുള്ളതിനെ പറ്റി തീർച്ചയുണ്ട്. ഇനിയത്തെ ഘട്ടത്തിൽ നമുക്ക് ഈ യാത്ര കൂടുതൽ മനോഹരമായി നമുക്ക് തുടരാം. അടുത്ത ഘട്ടത്തിൽ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ന്റെ ഈ വേദിയിൽ കുസൃതികളും കളിച്ചിരികളും കൂട്ടാൻ വേണ്ടി നമ്മുടെ സ്വന്തം കുട്ടി പട്ടാളത്തിന്റെ വരവാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ന്റെ ലിറ്റിൽ ഏഞ്ചൽസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. ഞാൻ ലിറ്റിൽ ഏഞ്ചൽസ് ടെസാപിജോ. ഞാൻ കോട്ടയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ലിറ്റിൽ ഏഞ്ചൽസ് ആദികേശ് MS. ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു. ഐ ആം ലിറ്റിൽ ഏഞ്ചൽ യാമി സിദ്വി. എന്റെ വീട് വയനാട്. ഞാൻ ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ അനിൽ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാ വരുന്നേ. ഞാൻ ലിറ്റിൽ ഏഞ്ചൽ ധ്യാന സിറാജ്. എന്റെ വീട് നടുവട്ടം കോഴിക്കോട്. ഞാൻ ലിറ്റിൽ ഏഞ്ചൽ വാസുകി. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്ന്. ഞാൻ ലിറ്റിൽ ഏഞ്ചൽ നവനീത് കൃഷ്ണ. എൻ്റെ വീട് എറണാകുളം ആമ്പലൂര്. Welcome, Little Angels. അപ്പൊ ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ യാത്ര വർണ്ണാഭമാക്കാൻ, നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ, അതുപോലെ തന്നെ കളി പറയാൻ, ചിരിക്കാൻ, എല്ലാം. അപ്പൊ ഇതാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ ഏഞ്ചൽസ്. അപ്പൊ ഇനി വരും ദിവസങ്ങൾ ഇവരെല്ലാവരുടെയും പാട്ടും കളിയും ചിരിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമിരിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും ടാറ്റ. Bye bye. See you. Good night.